പാർലമെൻറ്റിൽ ഇന്നലെ 45 മിനിറ്റാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. 34 തവണ ചൈനയെ പ്രശംസിച്ചു എന്നാണ് വിമർശനം. വീഡിയോ എടുത്ത് കൗണ്ട് ചെയ്താൽ 34 തവണ ചൈന 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 എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു മിനിറ്റിൽ ഒരു തവണ എന്നോളം. അതിനകത്ത് രാഹുൽ ഗാന്ധി പറയുന്നത് എൻ്റെ ഫോൺ നോക്കൂ, അത് ചൈന ഉണ്ടാക്കിയതാണ്, അതിൻ്റെ നെറ്റ്വർക്ക് ചൈനയുടേതാണ്, ഈ ഫോൺ ചൈനയുടേത്, ഞാനിട്ടിരിക്കുന്ന ടീഷർട്ട് പോലും ചൈനയുടേതാണ് എന്ന് പറയുന്നു. സത്യത്തിൽ ശരിയല്ലേ? നമ്മുടെ മാർക്കറ്റിൽ ചൈനയുടേതല്ലാത്ത പ്രൊഡക്റ്റുകൾ എന്താ ഉള്ളത്? അല്ല, ഈ ചൈനയുടെ അല്ലാത്ത പ്രോഡക്റ്റുമൊക്കെ ധാരാളമുണ്ട്. ഈ മാനുഫാക്ചറിങ് ഉണ്ടല്ലോ, ഇതിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അമേരിക്കയിൽ നിന്ന് ഇത് ജപ്പാനിലേക്ക് പോയി. ജപ്പാൻ അത് താങ്ങാൻ പറ്റുന്നില്ല, ജാപ്പനീസ് സാധനങ്ങൾക്ക് തന്നെ വില കൂടുന്നു എന്ന് വന്നപ്പോൾ കൊറിയയിലേക്ക് പോയി. കൊറിയയിൽ നിന്ന് ചൈനയിലേക്ക് പോയി. ഇപ്പോൾ ചൈന നല്ലൊരു ഡെസ്റ്റിനേഷനാണെന്ന് കണ്ടിട്ട് അമേരിക്ക മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് മാനുഫാക്ചറിങ് മുഴുവൻ ഏകദേശം ചൈനയിലേക്ക് പോയി. ഇപ്പോൾ അത് മോശമായി പോയി എന്ന് ട്രംപിന് മനസ്സിലാക്കിയിട്ടാണ് ട്രംപ് ഈ താരിഫ് വാർ തുടങ്ങിയിരിക്കുന്നത്. ബട്ട് പോയാലും ഇനി അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അമേരിക്കയിൽ ഇത്രയധികം ഫാക്ടറി ഉണ്ടാക്കുക, അതിൽ വർക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവുക, അതിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കുക, താമസിക്കും. ചെയ്യാനൊക്കെ അമേരിക്കയ്ക്ക് പറ്റും, താമസിക്കും. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയിലും ചൈനീസ് ഗുഡ്സ് ഫ്ലഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും പക്ഷേ ചൈനീസ് സാധനത്തിന് വലിയ വില ഇന്ത്യ കൊടുക്കുന്നില്ല മനസ്സിൽ, ക്വാളിറ്റിയിൽ. പക്ഷേ ആപ്പിൾ ഫോൺ വരെ ചൈനയിൽ നിന്നാണ് വരുന്നത്. അത് ആപ്പിൾ ഉണ്ടാക്കിയിട്ട് അയക്കുന്ന അത് നിർത്തുകയും ചെയ്തു. ചൈന ഒറ്റ സ്വീപ്പിംഗ് ഓർഡറായിരുന്നു. ചൈനയിലെ ഗവൺമെൻറ്, ചൈനീസ് ഗവൺമെൻറ്റിലെ ആരും തന്നെ ആപ്പിൾ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞൊരു നിർദ്ദേശം കൊടുത്തു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഫോണിൽ ചില സ്ഥലത്ത് കടന്നു കയറാൻ ചൈനയ്ക്ക് പറ്റുന്നില്ല. ചൈന അതിനകത്തിട്ട ഒരു മാൽവെയർ ആപ്പിൾ കണ്ടുപിടിച്ചിട്ട് അത് ഐസൊലേറ്റ് ചെയ്തു. ഐസൊലേറ്റ് ചെയ്യുക മാത്രമല്ല, അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അവരുടേതായ ചില മാൽവെയർ അതിനകത്ത് കയറ്റിയിട്ട് അതിൻ്റെ നിയന്ത്രണം അവർ പിടിച്ചെടുക്കും. ഇങ്ങനെ ചെയ്യുന്ന കൂട്ടരാണ്. അങ്ങനെ വലിയ ഉടക്കായി, പരസ്യമായിട്ട് ഉടക്കായി ആപ്പിൾ ഫോണും ചൈനയുമായിട്ട്. അങ്ങനെ ചൈന ആപ്പിൾ ഫോൺ പ്രാക്ടിക്കലി നിരോധിച്ചു ചൈനയിൽ. ഇപ്പോൾ ചൈനയിൽ വലിയ ആപ്പിൾ ചിലവൊന്നുമില്ല. മാത്രമല്ല, ആപ്പിളിൻ്റെ ഷെയർ മാർക്കറ്റ് വല്ലാതെ ഇടിഞ്ഞും പോയി ചൈന ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ സ്ലോലി അവർ പിക്കപ്പ് ചെയ്ത് അവർക്ക് സാമ്പത്തിക ആരോഗ്യം ഉള്ളതുകൊണ്ട് അവർ പിടിച്ചു നിന്നു. ഇത് ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ചൈന ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക കഴിഞ്ഞാൽ. നമ്മൾ 5ാമതാണ്. ഇത് സത്യമാണ്. ഇതിപ്പോഴൊന്നുമല്ല, കാലം കുറയായി. ചൈന നമ്മളെക്കാൾ മുമ്പേ പോകുന്നത് ഈ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ആ കാലത്താണ്. പണ്ട് ദരിദ്രവാസിയായിരുന്നു ചൈന. ടിബറ്റ് ചൈന ആക്രമിക്കുമ്പോൾ ചൈനയുടെ കയ്യിലൊന്നുമില്ല. നെഹ്റുവാണ് അവരെ സഹായിക്കുന്നത്. എങ്ങനെ സഹായിച്ചു? ടിബറ്റ് ഒരു പീഠഭൂമിയാണ്. ടിബറ്റിൽ കയറി വന്നു ചൈനീസ് സൈന്യം. സപ്ലൈ ഇല്ല, ഭക്ഷണമില്ല. ഭക്ഷണം വരാൻ താമസിക്കും. എന്ത് ചെയ്യും? പട്ടിണി കിടന്ന് മരിക്കും. ചൈന ജവഹർലാൽ നെഹ്റുവിന് ഫോൺ ചെയ്തു, നമുക്ക് ഭക്ഷണം എത്തിച്ചു തരണം. നെഹ്റുവാണ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ടിബറ്റിനെ കീഴടക്കാൻ ചൈനയെ സഹായിക്കുകയും 1953 ടിബറ്റ് ചൈനയുടെ ഭാഗമാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു. ആകെ നെഹ്റു ചെയ്തൊരു കാര്യം ദലൈലാമയ്ക്കും മറ്റും അഭയം കൊടുത്തു എന്നാണ്. അത് ചൈന കുറേ പ്രൊട്ടസ്റ്റ് ചെയ്തെങ്കിലും പുള്ളിയുടെ ഇൻ്റർനാഷണൽ ഇമേജ് നിൽക്കണമല്ലോ, അത് കൈയും കാലും പിടിച്ച് അത് വലിയ പ്രശ്നമില്ലാതെ നിലനിർത്തി. അതല്ലെങ്കിൽ ടിബറ്റ് ഇപ്പോഴും സ്വതന്ത്ര രാജ്യമാകുമായിരുന്നു നെഹ്റു സഹായിച്ചില്ലെങ്കിൽ. ഈ രാഹുൽ ഗാന്ധിയുടെ അപ്പനപ്പൂപ്പന്മാരും അമ്മൂമ്മയൊക്കെ ചെയ്ത പാതകമാണ് ചൈനയെ 1ാം സ്ഥാനത്ത് എത്തിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ചൈന നമ്മളെ ഓവർടേക്ക് ചെയ്തു. അതുവരെ സാമ്പത്തിക ശക്തിയല്ല ചൈന, നമ്മളെക്കാൾ താഴെയായിരുന്നു. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് നമുക്ക് വെച്ച് നീട്ടിയ സീറ്റ് നമ്മൾ ചൈനയ്ക്ക് കൊടുത്തു, സുരക്ഷാ സമിതിയിൽ. എന്നിട്ട്
ഇപ്പം നമ്മൾ സുരക്ഷാ സമിതിയിൽ അംഗത്വം വേണം, പെർമനൻ്റ് അംഗത്വം വേണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ഇപ്പം ആരും സമ്മതിക്കുന്നില്ല. ചൈന അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ കയറ്റാതിരിക്കാൻ വീറ്റോ ചെയ്യുന്നു. അവർക്ക് താലത്തിൽ കൊണ്ടുപോയി കൊടുത്തതാണ്. ഇത് പുറത്ത് കൊണ്ടുവന്ന ആൾ കെ.ആർ. നാരായണനാണ്. കെ.ആർ. നാരായണനാണ് ആദ്യമായിട്ടിത് ലോകത്തോട് വിളിച്ചു പറയുന്നത് നമുക്ക് ഓഫർ ചെയ്തതാണ് വിത്ത് റെക്കോർഡ്സ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ്. നെഹ്റുവിൻ്റെ കാലത്ത് നമുക്ക് ഓഫർ ചെയ്തു അവർ. കാരണം യുണൈറ്റഡ് നേഷൻസ് ചൈനയെ അംഗീകരിച്ചിട്ടില്ല, ഫോർമോസയാണ് അംഗീകരിച്ചത്. ചൈന സായുധ വിപ്ലവത്തിലൂടെയാണല്ലോ പിടിച്ചെടുത്തത്. സായുധ വിപ്ലവം വഴി അധികാരത്തിൽ വന്ന സർക്കാരിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. അവിടെ നിന്നും ഓടിപ്പോയ രാജാവ് താമസിക്കുന്ന ഫോർമോസ ദ്വീപ്, അതിനെ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിക്കും, ഇതിനെ അംഗീകരിക്കില്ല. നമ്മൾ നെഹ്റുവും വി കെ കൃഷ്ണമേനോനും, അന്ന് വി കെ കൃഷ്ണമേനോനാണ് യുണൈറ്റഡ് നേഷൻസിൽ പോകുന്നത്. വി കെ കൃഷ്ണമേനോൻ 6 മണിക്കൂർ പ്രസംഗിച്ചു, ബിസ്ക്കറ്റും കട്ടൻ ചായയും മാത്രം കഴിച്ചിട്ട്. വലിയ ത്യാഗധനൻ. ചൈനയ്ക്കാണ് ഇതിന് അർഹത, ഞങ്ങൾക്കല്ല, അതുകൊണ്ട് അത് ചൈനയ്ക്ക് കൊടുക്കണം. ഒടുവിൽ അങ്ങനെ പറഞ്ഞ് അത് ചൈനയ്ക്ക് കൊടുത്തു. ഇതൊക്കെ ചെയ്തത് ഈ പ്രസംഗിക്കുന്ന ഈ 45 മിനിറ്റിൽ 34 തവണ ചൈനയെ പുകഴ്ത്തിയ ആളിൻ്റെ അപരമുമ്മരാണ്. അതിൻ്റെ ഒരു നന്ദി അയാൾക്കുണ്ട്. അത് കൂടാതെ രാഹുൽ ഗാന്ധിയുടെ അമ്മയും കൂടെ ചൈനയിൽ പോയിട്ട്, ബീജിങ്ങിൽ പോയിട്ട് ഒരു MOU ഒപ്പിട്ടിട്ടുണ്ട്, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതെന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ചിത്രങ്ങളും വീഡിയോയും ഉണ്ട്. സാധാരണഗതിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വേറൊരു രാജ്യവുമായിട്ട് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിടാറേയില്ല. കാണാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഏത് രാഷ്ട്രീയക്കാരനും അവരെ അങ്ങോട്ട് ചെന്ന് കാണാൻ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വന്ന് കാണാൻ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് MOU എന്ന് പറഞ്ഞാൽ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. വാട്ട് ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ്? ഇതുവരെ അത് പുറത്തു വന്നിട്ടില്ല. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇതിപ്പോൾ TG ഉൾപ്പെടെ ഒരു റൈറ്റ് വിങ്ങിലുള്ള എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ വിദേശകാര്യമന്ത്രിക്കോ രാഹുലിനെ വിളിച്ചിട്ട് നിങ്ങൾ ചൈനയുമായിട്ട് ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്, MOU ഒപ്പിട്ടിട്ടുണ്ട്, എന്താണെന്ന് സഭയെ പറയണം എന്ന് പറഞ്ഞൂടെ? 110 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത്തവണ ഓം ബിർള, ലോക്സഭാ സ്പീക്കർ, ഇദ്ദേഹം രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഇപ്പം രാജ്യസഭയിലെ നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, ഈ 2 പേരും ആവശ്യപ്പെട്ടു നിങ്ങൾ ഈ പറയുന്ന കാര്യം ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഓതൻറ്റിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും അതിന് ഇന്നതാണ് ന്യായമാണെന്നും പറഞ്ഞിട്ട് എഴുതി കൊടുത്ത് ഒപ്പിടുക. ഇതാണ് ഓതൻറ്റിക്കേഷൻ. ഈ ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ല. ഇതൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇന്ത്യക്ക് എന്നാൽ ചൈനയോട് ആവശ്യപ്പെട്ടുകൂടെ? ഞങ്ങളുടെ ഓപ്പോസിഷൻ ലീഡർ നിങ്ങളുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്, അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. ഇല്ല, അത് ചോദിച്ചാൽ അവർ തരണമെന്നില്ല. ചോദിക്കാമല്ലോ. അത് വേറൊരു അനാവശ്യമായ ഒരു കൺഫ്രണ്ടേഷൻ്റെ തുടക്കമാണത്. ആ ചോദ്യം അത് നമ്മൾ തൽക്കാലം ചോദിക്കുന്നില്ല, ചൈനയോട് ചോദിക്കുന്നില്ല. ചൈന മുഖത്തടിച്ച പോലെ പറഞ്ഞെന്ന് വെച്ചോ, നിങ്ങളുടെ ആളല്ലേ ഒപ്പിട്ടത്, അയാളെ വിളിച്ച് ചോദിച്ചാൽ പോലെ യുവർ സിറ്റിസൺ. ആ ഒരു മറുപടി നമുക്ക് വളരെ പൊളിറ്റിക്കലി ഉപയോഗിക്കാവുന്നതാണ്. ഇല്ല, അതൊക്കെ ഇൻ്റർനാഷണലി നമുക്കൊരു നാണക്കേടായിട്ട് കലാശിക്കും. നമ്മുടെ നാട്ടിലെ ഒരാൾ ഒപ്പിട്ട കാര്യം എന്താണെന്ന് അറിയാനായിട്ട് വിദേശിയോട് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ ഈ വിദ്വാൻ ഡോണ്ട് ഹാവ് കൺട്രോൾ ഓവർ യുവർ സിറ്റിസൺ. ഈ വിദ്വാൻ പറയുന്നില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആകാശത്ത് നോക്കിയിരിക്കണം? ഇല്ല, ആകാശത്ത് നോക്കിയിരിക്കുകയല്ല, അത് അങ്ങനെ അങ്ങ് കിടക്കും. ആ വിദ്വാൻ ഏതായാലും ഭരണത്തിലൊന്നും അല്ലല്ലോ. ആ വിദ്വാൻ ഇങ്ങനെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവല്ലേ. ഞാൻ പറയട്ടെ, അയാളുടെ ഈ ഓരോ അജണ്ട ആയിട്ട് ഫെയിൽ ചെയ്ത് വന്നിട്ടാണ് ഇപ്പോഴും ഈ ചൈനയുടെ. ഒരു പക്ഷേ ചൈനക്കാർ പറഞ്ഞു കാണും, ഈ ഒളിച്ചും കളിച്ചും ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോരാ, ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്ത് കാണിക്കണം, നിങ്ങളുടെ ലോയൽറ്റി നിങ്ങൾ കാണിക്കണം. അപ്പോൾ അയാളത് ചെയ്തു. അയാൾ പറയുന്നതിൽ ഭൂരിഭാഗവും സത്യവുമാണ്. ഈ നരേഷൻ ഉണ്ടല്ലോ, 2 രീതിയിൽ രാഹുൽ ഗാന്ധി പറയുന്നത് സത്യമാണെന്നോ? കുറേ സത്യമുണ്ട്. ചൈന 2ാം സ്ഥാനത്തല്ലേ, നമ്മളെക്കാൾ മുമ്പിലല്ലേ സാമ്പത്തികമായിട്ട് ആണ്. മൊബൈൽ പലതും ചൈനയുടെയാണ്. ഓപ്പോ, കീപ്പോ, ഹുവാവേ, ഇതൊക്കെ ചൈനയുടെയാണ്. പല ഓട്ടോമൊബൈൽ പോലും പല ബ്രാൻഡുകളും പേര് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സാധനം ബേസിക്കലി. അതെ, അപ്പോൾ ഇത് നമ്മുടെ നിരത്തുകളിൽ ഇപ്പോൾ MG, മോറിസ് ഗാരേജ്, BYD വളരെ പോപ്പുലറായിട്ട് പോകുന്ന വണ്ടികൾ ചൈനയുടെയാണ്. അതെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അയാൾ പറഞ്ഞത് സത്യമാണ്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, ഈ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
ഇപ്പം ഞാൻ സുനിലിനെ തല്ലി, അറിഞ്ഞും പുറഞ്ഞും തല്ലി. അത് രണ്ട് രീതിയിലാക്കാം. സുനിലിനോട് പറയുന്നവർ, ഡാ അങ്ങേരുടെ തല്ല് കൊണ്ട് ആവശ്യമില്ല, ഈ വല്ല കാര്യമുണ്ടോ നിനക്ക്? നീ ഒന്നും വിചാരിച്ചത് നടക്കുന്ന കേസല്ലേ ഇത്, ഇങ്ങനെ പുച്ഛിക്കാം. അങ്ങനെയല്ല, സുനിലിനെ തല്ലിയത് മഹാപോകൃതരാണ്. എന്ത് തെമ്മഴത്തരം അങ്ങേര് കാണിച്ചത്? അങ്ങനെ തല്ലാനൊന്നും പറ്റില്ല. ഈ നാട്ടിൽ എന്തോ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ? ഇത് സുനിലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റത് ഈ മുറിവിൽ മുളക് തേക്കുന്നത്. അതെ, അപമാനിക്കലാണ്. ഇതാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. കുറച്ച് സത്യമുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ. സാമ്പത്തികമായിട്ട് ചൈന നമ്മളെക്കാൾ മുമ്പിലാണ്. ആണല്ലോ, എത്രയോ വർഷമായി. ഞാനതാ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സംഭവിച്ചതാണത്. അതിനുശേഷം ഈ പറഞ്ഞ വലിയ വിദഗ്ധൻ മൻമോഹൻ സിംഗ് ഒന്നും വിചാരിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ. നരസിംഹറാവു ആണ് ലിബറലൈസേഷൻ കൊണ്ടുവന്നത്. അന്നും ചൈനയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇത് തള്ളി ഏറ്റവും പുറകിലാക്കിയിട്ട് ഇപ്പോൾ വന്നിട്ട് ഇതേ നിങ്ങൾ പുറകിലാണ് എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? ആ 11ാം സ്ഥാനത്ത് കിടന്ന ഭാരതത്തെ 5ാം സ്ഥാനത്ത് എത്തിച്ചു മോദി വെറും 10 വർഷം കൊണ്ട്. അതാണോ മോദി ചെയ്ത് കുറ്റം? ഇങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്ത്, സാർ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, നമുക്കിത് ശരിയാക്കണ്ടേ? ആത്മനിർഭർ പോരാ, ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ്. തൊഴിലില്ലായ്മ ഇങ്ങനെ ഓർക്കാതെ അതും പറഞ്ഞു രാഹുൽ ഗാന്ധി. ശ്രദ്ധിച്ചിരുന്നോ? UPA സർക്കാരും ഒന്നും ചെയ്തില്ല, NDA സർക്കാരും ഒന്നും ചെയ്തില്ല. ശ്രദ്ധിച്ചില്ല. അങ്ങനെ പറയുന്നു. UPA ने किया, NDA ने किया. ഓർക്കാതെ സത്യം പറഞ്ഞു പോയതാണ്. UPA ശ്രദ്ധിച്ചില്ല, NDA ശ്രദ്ധിച്ചില്ല. അതാണ് ഒരുപക്ഷെ അത് സത്യമായിരിക്കാം. ചില ഏരിയകൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവാം. ബട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ചൈനയുടെ കേസ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ചൈന നമ്മളെക്കാൾ ഒരുപാട് കാര്യത്തിൽ, ഒരുപാട് രംഗത്ത് മുമ്പിലാണ്. അത് സത്യമാണ്, എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റിയതുമല്ല. കാരണം ഇതിൻ്റെയൊക്കെ ഗ്രഡേഷൻ ഇതൊക്കെ വരുമല്ലോ. നമ്മളുടെ ബാലൻസ് ഓഫ് ട്രേഡ്, അത് ഇത് നമ്മളുടെ എത്ര $120 ബില്യൺ നമ്മുടെ ട്രേഡ് ബാലൻസ് ചൈനയുമായിട്ട്. ഇന്ത്യക്ക് ഏറ്റവും അധികം ട്രേഡ് ബാലൻസ് ഉള്ളത് ചൈനയുമായിട്ടാണ്, അമേരിക്കയുമായിട്ടല്ല. അമേരിക്കയുമായിട്ട് നമ്മൾ പോസിറ്റീവിൽ നിൽക്കുക. 3% ഉള്ളൂ, 3.12 ഉള്ളൂ. ബട്ട് പോസിറ്റീവിൽ നിൽക്കുകയാണ്. ചൈനയുമായിട്ട് മൈനസിലാണ്, 120 ബില്യൺ. അപ്പോൾ ആ രീതിയിൽ ശക്തനായിട്ടാണ് ചൈന നിൽക്കുന്നത്. ബട്ട് ഇത് ചൈനയെ അപ്രീഷിയേറ്റ് ചെയ്യാനോ പുകഴ്ത്താനോ അല്ല ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കൺസേൺസ്, നമ്മളുടെ MP-മാരെ ഇതാ ഇന്നമാതിരി നിൽക്കുകയാണ് സാധനം. അല്ല, അത് നിങ്ങളുടെ സർക്കാരിന് ശരി, സമ്മതിച്ചു, ഞങ്ങളുടെ സർക്കാരിൻ്റെയാണ്, ഞങ്ങൾ ചെയ്താണ്, എന്ത് വാങ്ങിക്കോട്ടെ, നമുക്കിതിപ്പോൾ പരിഹരിക്കണ്ടേ? എൻ്റെ കയ്യിൽ ചില പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്, അത് ഞാൻ അതൊന്ന് പരിഗണിക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം മാറും. ആ സെക്കൻഡിൽ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേച്ചർ ഉയരാൻ തുടങ്ങും. ഇപ്പോൾ ഈ വഴക്കിടുന്നു, ഞാൻ എൻ്റെ ടീഷർട്ട് ചൈനയിൽ നിന്നാണ്. ടീഷർട്ട് ഇങ്ങനെ തിരുപ്പൂർ, കോയമ്പത്തൂരിനടുത്ത് തിരുപ്പൂർ, ഇത്രയും നല്ല ടീഷർട്ട് ഭൂലോകത്ത് അവിടെ നിന്നാണ് ഏറ്റവും അധികം എക്സ്പോർട്ട് നടക്കുന്നത്, തിരുപ്പൂരിൽ നിന്ന്. ടെക്സ്റ്റൈലിൻ്റെ, പ്രത്യേകിച്ച് ടീഷർട്ടിൻ്റെ. ബാക്കി സൂറത്ത്, അഹമ്മദാബാദ് ഒക്കെ ഉണ്ട്. ബട്ട് ടീഷർട്ടിൻ്റെ കാര്യത്തിൽ ബനിയൻ, ടീഷർട്ട്, ആ പ്രത്യേക മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ തിരുപ്പൂരാണ്. ഇങ്ങനെ എന്തിനും ചൈനയിൽ നിന്ന് പോയി ടീഷർട്ട് മേടിച്ചിരിക്കുന്നത് അത്ര വലിയ ഗതികേടൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈന സ്തുതിഗീതം പാടുക, അതിനകത്ത് കുറച്ച് സത്യവും ഉണ്ടായിരിക്കുക. ഈ ടെക്നിക്കാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ചൈനയുടെ അംബാസഡറെ പോലെ പെരുമാറാണ് അല്ലേ? ഈ നമ്മുടെ നിഷികാന്ത് ദുബെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു ഡോക്യുമെൻ്റ് ലോക്സഭയിൽ കാണിച്ചു. ഇൻ്റർനാഷണൽ ട്രേഡ് എഗ്രിമെൻറ്റ്, ITA-1. ചിദംബരത്തിൻ്റെ കാലത്ത് ചിദംബരം ഒപ്പിട്ടതാണ്. യൂറോപ്പും ചൈന അടക്കം ഉള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇലക്ട്രോണിക്സ് പാർട്ടിന് 0 ഡ്യൂട്ടി ആയിട്ട് എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒപ്പിട്ടു. അപ്പോൾ അത് ഡ്യൂട്ടിയേ ഇല്ല, അവിടെ നിന്ന് സാധനങ്ങൾ വന്ന് ചാടാൻ തുടങ്ങി. അങ്ങനെയാണ് ചൈനയ്ക്ക് അപ്പർ ഹാൻഡ് ആയത്. ഏതായാലും യൂറോപ്പിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ചൈനയ്ക്ക് ഈ സാധനങ്ങൾ വിടാൻ പറ്റും. ഇലക്ട്രോണിക് രംഗത്ത് ചൈന ഫ്ലഡ് ചെയ്തത് അങ്ങനെയാണ്. എസ്പെഷ്യലി ടോയ്സ്, റിമോട്ട് ഓപ്പറേറ്റഡ് ടോയ്സ്, അത് ഇതൊക്കെ കൂടുതലും ചൈനീസാണില്ല. ഈ സംഭവം തുടങ്ങുന്നത് ചിദംബരം ഫൈനാൻസ് മിനിസ്റ്ററായ കാലത്താണ്. ഇപ്പോൾ ITA-2 വന്നു, മോദി സൈൻ ചെയ്തില്ല. മോദി പറഞ്ഞു ഞാൻ സൈൻ ചെയ്യും, അങ്ങനെ ഒരു കരാർ ഞാൻ സൈൻ ചെയ്യുന്ന പ്രശ്നമില്ല. അല്ല, പഴയ കരാറിൻ്റെ കണ്ടിന്യൂവേഷൻ, നോ, ഐ ആം നോട്ട് കണ്ടിന്യൂയിങ് ദാറ്റ്. മോദി അത് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഷെയർ
മെല്ലെ കൂടി വരുന്നത്. കറക്റ്റീവ് സ്റ്റെപ്പ് ഒരു കാര്യം ഒരു കെട്ടിടം ഇടിച്ച് നിരത്താൻ വളരെ എളുപ്പമാണ്, അത് കെട്ടാൻ എത്ര താമസിക്കും? ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഈ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് ഒരു വ്യാജ പ്രചാരണം നടത്തുകയാണ്. ഇല്ല, അതല്ല, രാഹുൽ ഗാന്ധി ഈ നരേഷൻ നടത്തിയപ്പോഴുണ്ടല്ലോ ഇത് മൊത്തം നുണയാണ് എന്നുള്ള ഇമ്പ്രഷനാണ് വന്നത്. കാരണം അതിനകത്ത് ഒരു സാധനം പറഞ്ഞു, 4000 സ്ക്വയർ കിലോമീറ്റർ ചൈന പിടിച്ചെടുത്തു. അത് പ്രധാനമന്ത്രി സമ്മതിച്ചില്ല. പക്ഷേ ചീഫ് ഓഫ് ഡിഫൻസ് പ്രധാനമന്ത്രിയെ കോൺട്രഡിക്റ്റ് ചെയ്തു. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി അത് നിഷേധിച്ചിട്ടുണ്ട്. ചീഫ് ഓഫ് ഡിഫൻസ് ഇതേപ്പറ്റി അക്ഷരം മിണ്ടിയിട്ടില്ല. അവർ മിണ്ടാറുമില്ല, മിണ്ടാനും പാടില്ല. പ്രധാനമന്ത്രിക്ക് എതിരായിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സംസാരിക്കണമെങ്കിൽ ആദ്യം അദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ് രാജിവെക്കണം. രണ്ടിലൊന്ന് ചെയ്തേ പറ്റുള്ളൂ. ഇന്ദിരാഗാന്ധിക്കെതിരെ പണ്ട് ജനറൽ തിമ്മയ്യ സംസാരിച്ചിരുന്നു. ഹി ഹാഡ് ടു റിസൈൻ വിതിൻ ഫ്യൂ ഡേയ്സ്. തിമ്മയ്യക്ക് രാജിവെക്കേണ്ടി വന്നു. ഈ കോൺട്രാക്റ്റഡ് ഇന്ദിരാഗാന്ധി. നമ്മുടെ സെറ്റപ്പ് അങ്ങനെയാണ്. സൈന്യാധിപൻ കയറിയിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ എതിരായിട്ട് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പേഴ്സണലി പോയി കണ്ടിട്ട് പറയാം, സാറാ പറഞ്ഞത് ശരിയല്ലോ കേട്ടോ, ഫാക്റ്റ് ഇങ്ങനെയാണ്. ആണോ, ഒരു കാര്യം ഇനി മിണ്ടണ്ട, ഇങ്ങനെ അതങ്ങ് തീർന്നു പോകും. അതല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അന്തസ്സ് കിട്ടല്ലേ കളിക്കുന്നത്, എന്താ പറയുക. അപ്പം അത് ചെയ്തു എന്നൊക്കെ പറയും. എവിടെ ചെയ്തു, എന്ത് ചെയ്തു, അതും ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ തയ്യാറല്ല. ഇപ്പം ദ റീസൺ ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ് കോൺഗ്രസിൻ്റെ ഭരണമാണ്. ഇപ്പോൾ ശരി 10 വർഷം പോരാ ഇത് തിരുത്താനായിട്ട്. ഡാമേജ് വരുത്താൻ വളരെ എളുപ്പം സാധിക്കും. ഡാമേജ് കഴിഞ്ഞ 60 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡാമേജാണ്. എത്ര ഡാമേജ് വരുത്തി കാണും. ഇത് പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് 60 അല്ല, ഒരു 120 വർഷം വേണ്ടി വരും ചിലപ്പോൾ. ഏതായാലും സെഷൻ തുടങ്ങിയിട്ട്, പാർലമെൻറ്റ് സെഷൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിയുന്നു. അദാനി എന്നൊരു വാക്യത്തോണ ഈ ഒരാഴ്ചക്കുള്ളിൽ കേട്ടില്ല. അത് ക്ലിക്ക് ചെയ്യില്ല. കാരണം ഹിൻഡൻബർഗ് കടപൂട്ടിയതോടെ അദാനിയെ പിന്നെ ആക്രമിക്കാൻ പോയിൻ്റില്ലാതെയായി. ഹിൻഡൻബർഗാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ചൈന ഉണ്ടാക്കി കൊടുത്തതാണ്, അത് വിളമ്പി. ഇനിയിപ്പോൾ അടുത്ത ഡോക്യുമെൻ്റ് കിട്ടണം. അടുത്ത ഡോക്യുമെൻ്റ് വരണം. അത് അടുത്ത ആഴ്ച വരും. അടുത്ത ആഴ്ച പുതിയ കടലാസുമായി അദ്ദേഹം വരുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.